എല്ലാ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും മൈക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ബേസിക് ഇക്കണോമി പ്രോബ്ലമാണ് പഠിച്ചത്. 3 ബേസിക് ഇക്കണോമി പ്രോബ്ലം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബേസിക് ഇക്കണോമി പ്രോബ്ലത്തിന് നമുക്കൊരു ഗ്രാഫ് വരച്ച് അതിനെ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ ആ ഗ്രാഫിന് നമ്മൾ കൊടുക്കുന്നൊരു പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിൾ ആണോ, വെദർ പ്രൊഡക്ഷൻ ഈസ് പോസിബിൾ ഓർ നോട്ട്. നമുക്കറിയാം പ്രൊഡക്ഷൻ പോസിബിൾ ആണ് അല്ലേ. റിസോഴ്സസിൻ്റെ ബേസിൽ നോക്കുമ്പോൾ പ്രൊഡക്ഷനൊക്കെ പോസിബിൾ ആണ്. പക്ഷേ വളരെ റയറായിട്ടുള്ള റിസോഴ്സസ് നമ്മൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ നമുക്ക് വേറെ 2 രീതിയിലും കൂടി 2 പേരിലും കൂടി അതിനെ അറിയപ്പെടും. ഒന്ന് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് സാധാരണ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ ഷോർട്ട് ഫോമിൽ PPC എന്നാണ് പറയുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ PPC എന്നൊക്കെ കാണുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണെന്നുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനായിട്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബേസിക് ഇക്കണോമിക് പ്രോബ്ലം. ബേസിക് ഇക്കണോമി പ്രോബ്ലത്തിൻ്റെ ഒരു ചിത്രരൂപേണയുള്ള വിവരണമാണ്, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ബേസിക് ഇക്കണോമിക് പ്രോബ്ലം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. കാരണം ഗ്രാഫാണല്ലോ. അപ്പോൾ ഗ്രാഫ് നമ്മൾ വരച്ചുകൊണ്ട് ഈ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ബേസിക് ഇക്കണോമിക് പ്രോബ്ലത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്കൊരു ഡയഗ്രം വരച്ചുകൊണ്ട്, ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ഡയഗ്രം, ആ ഡയഗ്രം വരച്ചുകൊണ്ട് നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്: പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് which an economy can produce with the available resources and given level of technology. ഒരു ഇക്കോണമി ഒരു ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന 2 പ്രോഡക്റ്റുകളുടെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നമ്മൾ ഡയഗ്രം വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്, സപ്പോസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ റൈസും വീറ്റും ആണ്. പ്രൊഡക്ഷൻ ഓഫ് റൈസ് ആൻഡ് വീറ്റ്. അപ്പോൾ നമുക്കറിയാം ഈ 2 പ്രോഡക്റ്റുകളും നമുക്ക് ഒരേ സമയം ഒരേപോലെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. മനസ്സിലായില്ലേ? ഈ 2 പ്രോഡക്റ്റുകളും പ്രൊഡക്ഷൻ ഒരേ സമയം നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ റൈസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു സൈഡിൽ, വീറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മറ്റൊരു സൈഡിൽ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് 10 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. നമ്മളെ റിസോഴ്സസിൻ്റെ എണ്ണം 10 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി A എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ, ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ ടോട്ടൽ റിസോഴ്സസും ഏതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെക്കുന്നു? റൈസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെക്കുന്നു. ഓക്കെ. അപ്പോൾ റൈസിന് വേണ്ടി നമ്മൾ 10 യൂണിറ്റ് റൈസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ അതർ സൈഡിൽ 0 യൂണിറ്റ് ആണ് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ. കാരണം നമ്മളെല്ലാ റിസോഴ്സസും ഏതിനു വേണ്ടി നമ്മൾ മാറ്റിവെച്ചു? റൈസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ 0 യൂണിറ്റ് മാത്രമേ, അല്ലെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ സെക്കൻഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റിക്ക് നമ്മൾ വരികയാണ്, B എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി. അവിടെ നമ്മൾ ഈ 10 യൂണിറ്റിൽ നിന്നും 1 യൂണിറ്റ് ഒഴിവാക്കിക്കൊണ്ട് റൈസിൻ്റെ പ്രൊഡക്ഷൻ നടത്താണ്. അപ്പം 9 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. ബാക്കി വരുന്ന ആ 1 യൂണിറ്റ് നമ്മൾ ഏതിന് കൊടുക്കുന്നു? വീറ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോൾ വീറ്റ് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. റൈസിൻ്റെ പ്രൊഡക്ഷൻ 9 യൂണിറ്റ്സ് ആയിട്ട് കുറയുന്നു. 10ൽ നിന്നും 1 യൂണിറ്റ് കുറഞ്ഞ് 9 ആയിട്ട് മാറുന്നു. ദെൻ തേർഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി C എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ റൈസിൻ്റെ പ്രൊഡക്ഷൻ വീണ്ടും 2 യൂണിറ്റ് കുറയ്ക്കുന്നു. അപ്പം 9 യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റ് പോയി കഴിഞ്ഞാൽ 7 യൂണിറ്റ് ആയി. അതിൽ നിന്നും 1 യൂണിറ്റ് വീണ്ടും ഏതിലേക്ക് മാറ്റിവെക്കുന്നു? വീറ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോൾ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്തായി? 2 യൂണിറ്റ്സ് ആയി മാറി. അങ്ങനെ നമ്മൾ ഈ വരെ 5 പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമ്മൾ ട്രൈ ചെയ്യുന്നു. അതിൽ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ റൈസിൻ്റെ പ്രൊഡക്ഷൻ 0 ആയി മാറുന്നു. എല്ലാ അവൈലബിൾ റിസോഴ്സസും, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും നമ്മൾ ഏതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെക്കുന്നു? വീറ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെക്കുന്നു. ഓക്കെ. If all the available resources are used for the production of rice, we cannot produce wheat. Okay. On the other hand, if all the available resources are used for the production of wheat, we cannot produce rice.
അതായത് എല്ലാ റിസോഴ്സസും നമ്മൾ ഒരെണ്ണത്തിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരേ സമയം രണ്ട് പ്രോഡക്റ്റും ഒരേപോലെ ഒരേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിളിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുന്നതിന് മുമ്പ് ഈ ടേബിൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക, ഇതിലെ ഓരോ കൃത്യമായിട്ടുള്ള യൂണിറ്റുകളൊന്ന് മനസ്സിൽ വെക്കുക. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇനി ഡയഗ്രം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡയഗ്രം വരച്ച് നോക്കാം. നേരത്തെ കണ്ട ടേബിളിൻ്റെ ബേസിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് ഞാൻ ഈ ബോർഡിൽ വരച്ചിരിക്കുന്നത്. ഇവിടെ വീറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എക്സ് ആക്സിസിലും റൈസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് വൈ ആക്സിസിലാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ വ്യത്യസ്ത കോമ്പിനേഷൻ, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ റൈസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആയിരുന്നു, വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 0 യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ വെച്ച് ഞാൻ 0 to 4 വരെ എക്സ് ആക്സിൽ മെഷർ ചെയ്തിട്ടുണ്ട്. ദെൻ 1 to 10 വരെ റൈസിൻ്റെ പ്രൊഡക്ഷൻ വൈ ആക്സിൽ മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 യൂണിറ്റ് ആണ് ഏറ്റവും വലുത്, അതുകൊണ്ട് 10 യൂണിറ്റ് വരെ നമ്മൾ വൈ ആക്സിൽ മെഷർ ചെയ്തിരിക്കുന്നു. റൈസാണ് വൈ ആക്സിൽ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് 0 യൂണിറ്റ് വീറ്റും 10 യൂണിറ്റ് റൈസും. അപ്പോൾ 0ൻ്റെ നേരെ നമ്മൾ 10ൻ്റെ നേരെ എന്ത് ചെയ്തു, ആദ്യത്തെ പോയിന്റ് മാർക്ക് ചെയ്തു. ജസ്റ്റ് ഇവിടെ ആ ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 1 യൂണിറ്റ് ആയി. ദെൻ റൈസിൻ്റെ പ്രൊഡക്ഷൻ 1 യൂണിറ്റ് കുറഞ്ഞ് 9 യൂണിറ്റ് ആയി. അപ്പോൾ 19 എന്ന് പറയുന്ന അടുത്ത പ്രൊഡക്ഷൻ പോസിബിലിറ്റി അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അങ്ങനെ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ പോസിബിലിറ്റികൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 4 ആണ്. ദെൻ റൈസിൻ്റെ പ്രൊഡക്ഷൻ 0. എല്ലാ റിസോഴ്സസും ഏതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെച്ചു, വീറ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എല്ലാ പോയിൻറ്റും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു കർവ് ഇങ്ങനെ വരയ്ക്കാം. ഇതിനാണ് നമ്മളെന്ന് പറയുക പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനേഷനിലേക്ക് ഒന്നുകൂടെ പോവാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ലോക്കസ് ഓഫ് പോയിന്റ്സ്. ലോക്കസ് ഓഫ് പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിന്റുകളും കൂടി എന്ത് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു, അല്ലെ, കൂടിച്ചേരുന്നു. ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്. 2 ഗുഡ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് റൈസ് ആൻഡ് വീറ്റ് ആണ്. ഓക്കെ, 2 ഗുഡ്സ് വിച്ച് ആൻ ഇക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ്. ഒരു ഇക്കോണമി അതിൻ്റെ കൈവശമുള്ള അതിന് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റുകളുടെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻ. ആ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ആ പ്രൊഡക്ഷൻ നടത്തുന്നത്? അവിടെ ഒരു ടെക്നോളജി ഉണ്ടാവും, റിസോഴ്സസ് ഉണ്ടാവും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ ടെക്നോളജിയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 2 ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നു, ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജിയും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജിയും. ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ ഇക്കോണമിക്ക് എന്ത് ചെയ്യാം, ഈ 2 പ്രോഡക്റ്റുകളും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് നമ്മൾ ഇതുപോലെ ഒരു ഡയഗ്രം വരച്ച് ഇതേപോലെ ഒന്ന് കർവായിട്ട് വരച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ന് വിളിക്കാം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് വിളിക്കാം. ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ 2 പ്രോപ്പർട്ടീസ് പഠിക്കണം. 2 മാർക്കിനൊക്കെ വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് ചോദിക്കും. അപ്പോൾ സാധാരണ കേസിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ 2 പ്രോപ്പർട്ടീസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ, ഓൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്സ് ആർ സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് സ്ലോപ്പാണ് അല്ലേ, ഇങ്ങോട്ട് ചെരിഞ്ഞ് വരികയാണ്, സ്ലോപ്പാണ് അല്ലേ, ചെരിഞ്ഞ് ഒരു ചെരിവുള്ള കർവാണ്. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്ക് എന്ത് ചെയ്യുന്നു, ഡൗൺവേർഡായിട്ട് സ്ലോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് എന്ത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ദെൻ അനദർ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൺകേവ് ടു ഒറിജിൻ. കോൺകേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരു ഡയഗ്രം വരച്ച് ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ കോൺകേവ് എന്ന് പറയാം. ഓക്കെ, നേരെ മറിച്ച് ഈ ഡയഗ്രം ഇതേപോലെയാണെങ്കിൽ അത് കോൺവെക്സ് ഷേപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് കോൺകേവ്, ഇത് കോൺവെക്സ്. ഈ കോൺവെക്സ് നമുക്ക് ഇനിയുള്ള ഡയഗ്രങ്ങളിൽ പരിചയപ്പെടാം. അപ്പോൾ കോൺകേവ് ഷേപ്പിലാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും ഇതേ ഷേപ്പിലായിരിക്കും. അപ്പോൾ സെൻട്രൽ ഇക്കണോമി പ്രോബ്ലത്തിനെ വളരെ സിമ്പിളായിട്ട് ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ബേസിക് ഇക്കണോമി പ്രോബ്ലം. നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആണ്. അതിനെ ഒന്നുകൂടെ വൈഡായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതേപോലെ ഒരു ഡയഗ്രം നിങ്ങൾക്ക് എക്സാമിന് തന്നു വിചാരിക്കാം.
നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലത്തെ ഒരു ഡയഗ്രം നിങ്ങൾ കണ്ടു. നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിന് മുമ്പ് പല പബ്ലിക് എക്സാമിന് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2-3 പോയിന്റുകൾ മാത്രം നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനു മുമ്പ് ഈ ഡയഗ്രത്തെ പറ്റി കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. എന്താണ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്ത പോയിന്റുകൾ, എന്താണ് അവയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഞാനിവിടെ എക്സ് ആക്സിൽ ഗുഡ് 1 മാർക്ക് ചെയ്തു, ഗുഡ് 2 വൈ ആക്സിൽ മാർക്ക് ചെയ്തു. നേരത്തെ നമ്മൾ റൈസും വീറ്റും മാർക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചിട്ടുണ്ട്. അതിനെ പി എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിലാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ 3 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, 3 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. MQN അതെവിടെയാണ് കിടക്കുന്നത്? ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മുകളിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മുകളിൽ ഞാൻ 3 പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റിൻ്റെ ഉൾഭാഗത്തായിട്ട് U എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുകൂടാതെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിൻ്റെ ഔട്ട് സൈഡിൽ മറ്റൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചിട്ടുണ്ട്, ഒരു കർവ് വേറെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റുകൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, അവൈലബിൾ റിസോഴ്സസും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 2 പ്രൊഡക്റ്റ് ഒരു ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ഈ പോയിന്റ് തുടങ്ങി ഈ പോയിന്റ് വരെ, ഇതിനിടയിലൊക്കെ കുറേ പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ പോയിന്റ്സിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് വിളിക്കാം. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് ഈ 2 പ്രോഡക്റ്റും വ്യത്യസ്ത കോമ്പിനേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഒരെണ്ണത്തിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചാൽ മാത്രമേ മറ്റേ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ കർവ് ഷേപ്പിൽ വരുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വരുന്നത്. അതുപോലെ ഇവിടെ ഈ പോയിന്റ് തുടങ്ങി ഈ പോയിന്റിൽ അവസാനിക്കുന്ന പോയിന്റ് വരെ ഏത് പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ പോസിബിൾ ആണ്. അപ്പോൾ നമുക്കിതിനെ ബ്രീഫായിട്ട് പറയാൻ പറ്റുന്നത്, ഈ M എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റും N എന്ന് പറയുന്ന പോയിന്റും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ 2 പ്രോഡക്റ്റുകളും വ്യത്യസ്ത കോമ്പിനേഷൻ നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഓൺ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓൾ ദി പോയിന്റ്സ് ഇൻഡിക്കേറ്റ് ദ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ ഒരു പോയിന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുക. നമുക്ക് റിസോഴ്സസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഉപയോഗം വളരെ കുറവേ ഉള്ളൂ. അതിനാണ് അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ചിലപ്പോൾ ഒരു ഇക്കോണമിയിലേക്ക് എല്ലാ ആൾക്കാർക്കും അത് എത്തിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. കാരണം ഉപയോഗം വളരെ കുറഞ്ഞ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുക അണ്ടർ യൂട്ടിലൈസേഷൻ. കുറേയൊക്കെ നമ്മൾ ഉപയോഗിക്കാണ്ട് കിടക്കുന്നുണ്ടാവും റിസോഴ്സസ്. അതിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് U എന്ന് പറയുന്ന പോയിന്റ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ H എന്ന് പറയുന്ന പോയിന്റ്, അതായത് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ ഔട്ട് സൈഡിൽ. അങ്ങനെയാണെങ്കിൽ അതിനെ ഓവർ യൂട്ടിലൈസേഷൻ എന്ന് പറയും. ഓവർ യൂട്ടിലൈസേഷൻ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അതിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ട റിസോഴ്സസ് നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഓവർ യൂട്ടിലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ അണ്ടർ യൂട്ടിലൈസേഷൻ, ഓവർ യൂട്ടിലൈസേഷൻ, എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ. ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ റൈറ്റ് സൈഡിലുള്ള കർവ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് ഗ്രോത്ത് ഓഫ് എൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയാണ്, ഒരു രാജ്യത്തിൻ്റെ വളർച്ചയാണ് റൈറ്റ് സൈഡിലുള്ള ആ കർവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റിലേക്ക് ഇങ്ങനെ വരയ്ക്കും തോറും എന്തിനെ സൂചിപ്പിക്കുന്നു? ആ ഇക്കോണമി ഇങ്ങനെ വളർന്ന് പോവുകയാണെന്ന് സൂചിപ്പിക്കുന്നു. ഗ്രോത്ത് ഓഫ് ദി ഇക്കോണമിയാണ് ഔട്ട് സൈഡിലുള്ള ഡയഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ബിലോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, എബവ് ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അങ്ങനെ 3 പോയിന്റുകളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ, അണ്ടർ യൂട്ടിലൈസേഷൻ, ഓവർ യൂട്ടിലൈസേഷൻ. ദെൻ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കർവ് കാണിക്കുന്നത് ഗ്രോത്ത് ഓഫ് ദി ഇക്കോണമിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇക്കണോമിക് സിസ്റ്റമാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഇക്കണോമിക് സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പഠിച്ച കാര്യങ്ങളാണ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വി ഹാവ് 3 ഇക്കണോമിക് സിസ്റ്റം. ഫസ്റ്റ് വൺ സോഷ്യലിസം, ദെൻ ക്യാപിറ്റലിസം, ദെൻ മിക്സഡ് ഇക്കോണമി. ഓക്കെ, സോഷ്യലിസം, ക്യാപിറ്റലിസം, മിക്സഡ് ഇക്കോണമി. ഈ 3 ഇക്കണോമിക് സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റും ഉണ്ട്, ഡീമെറിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സോഷ്യലിസം എന്ന് ആദ്യം നോക്കാം. അപ്പോൾ സോഷ്യലിസം ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ, എല്ലാവർക്കും തുല്യ അവസരങ്ങളുള്ള ഒരു ഇക്കണോമിക് സിസ്റ്റമാണ് എന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്നത്. എല്ലാവർക്കും തുല്യ അവസരങ്ങൾ, അവിടെ റിച്ച് എന്നോ പുവർ എന്നോ ഇല്ല, എല്ലാവരും സമന്മാരാണ്, ഈക്വലാണ്.
ഓക്കെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ എന്നാണ് സോഷ്യലിസത്തിൻ്റെ മീനിങ്. അവിടെ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദി ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഈ സോഷ്യലിസത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പറയുന്ന പേരാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗവൺമെൻറ് അണ്ടറിലായിരിക്കും, ഓണർഷിപ്പിലായിരിക്കും എല്ലാ ഉൽപ്പാദന ഘടകങ്ങളും. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദി കൺട്രോൾ ആൻഡ് ഓണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്. ദെൻ ഗവൺമെൻറ് ഡിസൈഡ്സ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഓക്കെ, ആ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള സുപ്പീരിയർ അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇക്കോണമിയിൽ ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്, മോട്ടീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെൽഫെയർ മോട്ടീവായിരിക്കും. ജനങ്ങൾക്ക് പരമാവധി വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുക, മാക്സിമം വെൽഫെയർ, ടു പ്രൊവൈഡ് മാക്സിമം വെൽഫെയർ ടു ദി പീപ്പിൾ ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് മാക്സിമം വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം? ഗവൺമെൻറ്. ആ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇക്കോണമിയാണെന്ന് നമ്മൾ എന്ന് പറയുക സോഷ്യലിസം എന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ഗവൺമെൻറ് ആണ്. ഇനി നമ്മൾ പതുക്കെ ഏതിലേക്ക് വരുന്നു? ക്യാപിറ്റലിസത്തിലേക്ക് വരുന്നു. എന്താണ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസം ഫ്രീഡം ടു ഇൻഡിവിജ്വൽ, അതായത് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ഇക്കോണമിയെ പറയുന്ന പേരാണെന്ത്? ക്യാപിറ്റലിസം, മുതലാളിത്തം. അവിടെ പണമുള്ളവനാണ് പവർ. മനസ്സിലായില്ലേ? കയ്യിൽ പണമുണ്ടോ അവന് സൊസൈറ്റിയിലെ വലിയ ആളായിട്ട് നടക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള ഒരു ഇക്കോണമിയെ പറയുന്ന പേരാണ് ക്യാപിറ്റലിസം. ഹിയർ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദി കൺട്രോൾ ആൻഡ് ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിരിക്കും എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെയും ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഓണർഷിപ്പ്, ഉടമസ്ഥ അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവാണ് നമ്മളുടെ ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോഷ്യലിസത്തിൻ്റെ വെൽഫെയർ ആയിരുന്നെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ പ്രോഫിറ്റ് മോട്ടീവായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്. പൈസ ഉള്ളവന് ഏറ്റവും വലിയ പണക്കാരനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു ഇക്കോണമിയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, മിക്സ്ഡ് ഇക്കോണമി. ഈ രണ്ട് ഇക്കോണമിയുടെയും, രണ്ട് ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെയും ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ഇക്കണോമിക് സിസ്റ്റമാണ് എന്ന് പറയുന്നത് മിക്സ്ഡ് ഇക്കോണമി. മിക്സ്ഡ് ഇക്കോണമി ഇസ് എൻ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദർ എക്സിസ്റ്റ് ബോത്ത് സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം. സോഷ്യലിസവും ക്യാപിറ്റലിസവും നിലനിൽക്കുന്ന, ഫീച്ചേഴ്സ് നിലനിൽക്കുന്ന ഒരു ഇക്കണോമിക് സിസ്റ്റത്തെ പറയുന്നവരാണെന്ത്? മിക്സ്ഡ് ഇക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മൾ ഇന്ത്യ, കേരളം അല്ലേ, കേരളം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ഇക്കണോമിക് സിസ്റ്റം. ദർ എക്സിസ്റ്റ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുമിച്ച് പ്രവർത്തനം നടത്തുന്ന ആ ഒരു ഇക്കണോമിക് സിസ്റ്റത്തെ പറയുന്നവരാണെന്ത്? മിക്സ്ഡ് ഇക്കോണമി. ഓക്കെ, നമ്മുടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ഇക്കോണമിയിലും നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് മിക്സ്ഡ് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇക്കോണമി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സ്വകാര്യ വ്യക്തികൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് രണ്ടും കൂടി ഒരുമിക്കുമ്പോൾ മാത്രമാണ് ഒരു ഇക്കോണമി മുന്നിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ മൂന്ന് തരത്തിൽ ഒരു ടേബിൾ വരച്ച് 3 സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് സോഷ്യലിസം, എന്താണ് ക്യാപിറ്റലിസം, എന്താണ് മിക്സ്ഡ് ഇക്കോണമി, അങ്ങനെ 3 ഫീച്ചേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഈ ടേബിളിൽ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ടേബിൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ടേബിളിൽ കൃത്യമായിട്ട് അതിൻ്റെ 3 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. എന്താണ് മൈക്രോ ഇക്കണോമിക്സ്, എന്താണ് മാക്രോ ഇക്കണോമിക്സ്? ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്കണോമിക്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വി ഹാവ് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സ് ഉണ്ട്, മാക്രോ ഇക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ മൈക്രോ എന്ന് പറയുന്നത് സ്മോൾ ആണ്, മാക്രോ എന്ന് പറയുന്നത് ലാർജ് ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. അത് നമ്മൾ വ്യത്യാസം എന്തൊക്കെയാണ്? അപ്പോൾ അതിലാദ്യം നമുക്ക് പറയേണ്ടത് ഈ വേർഡ് മൈക്രോ എന്ന് പറയുന്ന വേർഡ്, മാക്രോ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത ആ ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ ഈ മൈക്രോ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് ഗ്രീക്ക് വേർഡായിട്ടുള്ള മൈക്രോസിൽ നിന്നാണ്. ഓക്കെ, ദ വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് മൈക്രോസ് വിച്ച് മീൻസ് സ്മോൾ, ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസിൽ നിന്നാണ്, മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ ഇക്കണോമിക്സ് ഡിറൈവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് ഉപയോഗിക്കുന്നത്. സ്മോൾ യൂണിറ്റ്സുകളെ, സ്മോൾ യൂണിറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇൻഡിവിജ്വൽ ഇൻകം അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം, മൈക്രോ ഇക്കണോമിക്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൈക്രോ ഇക്കണോമിക്സിൽ ഉൾപ്പെടുത്താം.
അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏതിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നത്? മാക്രോ എക്കണോമിക്സിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. ദ വേർഡ് മാക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് മാക്രോസ് വിച്ച് മീൻസ് ലാർജ്. മൈക്രോസ് പോലെ തന്നെ മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലാർജ് ആണ്. മറ്റേത് സ്മോൾ ആണെങ്കിൽ ഇത് ലാർജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ മാക്രോ ഇക്കണോമിക്സിൽ വരുന്ന ഒരു കാര്യം ടോട്ടാലിറ്റി ഓഫ് ഐറ്റംസ് ആണ്. എല്ലാ ഐറ്റത്തിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുക? മാക്രോ ഇക്കണോമിക്സിൽ ഉൾപ്പെടുത്താം. മൈക്രോയിലാണെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റും മാക്രോയിലാണെങ്കിൽ ടോട്ടാലിറ്റിയും. ഓക്കെ, ഇനി അതിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കൊരു ട്രീ, കുറച്ച് മരങ്ങളെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? മൈക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുത്താം. ഇനി എല്ലാ മരങ്ങളും കൂടി കൂടിച്ചേർന്ന ഒരു പ്രദേശമാണ് വനം എന്ന് പറയുന്നത്, ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിനെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? മാക്രോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മരങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നതാണ്. അതെല്ലാം കൂടി ചേരുമ്പോഴാണ് വലിയൊരു ഫോറസ്റ്റായി മാറുന്നത്. ആ ഫോറസ്റ്റിനെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? മാക്രോയിൽ ഉൾപ്പെടുത്താം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ കൂടി നമുക്ക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പഠിക്കാനായിട്ട് മനസ്സിലാക്കാം. അതിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേംസ് ഐ കൺസെപ്റ്റ്. വേംസ് ഐ വ്യൂ. വേമുകൾ അല്ലേ, നമ്മളുടെ പുഴുക്കൾ, മണ്ണിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന, ഇഴഞ്ഞ് നടക്കുന്ന പുഴുക്കളുടെ ആ ഒരു ലൈഫിനോടാണ് മൈക്രോ എക്കണോമിക്സിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ കമ്പയർ ചെയ്യാൻ കാര്യം? നമ്മൾ മണ്ണിര അല്ലേ, അല്ലെങ്കിൽ ചെറിയ പുഴുക്കൾ, അവയുടെ ഒരു ലോകം എന്ന് പറയുന്നത് അവർ അധിവസിക്കുന്ന, അവർ ജീവിക്കുന്ന ആ ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ്. Then on the other hand, macroeconomics is compared to a bird's eye view. ഒരു പക്ഷിയുടെ കാഴ്ചപ്പാടിനോടാണ് നമ്മളുടെ മാക്രോ എക്കണോമിക്സിനെ കമ്പയർ ചെയ്തത്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പക്ഷികൾ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ അവരെ ചുറ്റുപാട് എന്ന് പറയുന്നത്, അവർ സഞ്ചരിക്കുന്ന ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവരെ ചുറ്റുമെന്ന് പറയുന്നത് വലിയൊരു ലോകമാണ് അല്ലേ, അവർക്ക് എവിടേക്ക് വേണമെങ്കിലും പറന്നു പോകാം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേംസ് ഐ വ്യൂ. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 2-3 ടേമുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബേസിക് ഇക്കണോമിക് പ്രോബ്ലം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ദെൻ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീഡിയോ കാണുമ്പോൾ അതിന് ലെക്ചർ നോട്ടൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് സ്വയമായിട്ടുള്ളൊരു പഠനം നടത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ഗുഡ് ബൈ.